ഇന്ന് നമ്മൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് രാത്രി സമയത്ത് മാത്രം പുറത്തിറങ്ങണ മനുഷ്യ സാന്നിധ്യമുള്ളിടത്തേക്കൊന്നും അധികം വരാത്ത ഒരു ഒളിച്ച് കഴിയണ, അതായത് നമുക്കൊന്നും പെട്ടെന്നൊന്നും കാഴ്ചക്ക് പിടി തരാത്ത വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു പ്രത്യേക തരം ജീവി. അതായത് ഒരു മരപ്പെട്ടിയാണോ എന്ന് ചോദിച്ചാൽ മരപ്പെട്ടിയും, വവ്വാലാണോ എന്ന് ചോദിച്ചാൽ വവ്വാലും എല്ലാം കൂടി ചേർന്ന് നീണ്ടു വാലുള്ള ഒരു പാറയാൻ അല്ലെങ്കിൽ പാറയാത്തെന്നൊക്കെ പറയുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു ജീവിയാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ കാഴ്ചക്കും അതിൻ്റെതായ എല്ലാ പ്രത്യേകതകളും അതിനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ കാണാൻ പോകും. ഇവരെ പല നാടുകളിലും പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പാറ്റാട എന്ന് പറയും, ചിലയിടത്ത് പാറയാൻ, പാറാൻ, പാറാടൻ എന്നൊക്കെ പറയും. പക്ഷേ ഇവരൊരിക്കലും മലയണ്ണാനല്ല. മലയണ്ണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകൽ സമയത്ത് കാണുന്ന ഒരു ഭീമൻ അണ്ണാൻ മാത്രമാണ്. ഇത് പാറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൊക്ടേണലായിട്ടുള്ള രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഒരു ജീവിയാണ്. അതേസമയം മലയണ്ണാൻ നമുക്ക് പകൽ സമയത്ത് എപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഈ പാറയാനെ വീണ്ടും വ്യത്യസ്തമാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭീമൻ ശരീരഘടനയോടൊപ്പം തന്നെ അതിന് പറക്കാനും കൂടിയുള്ള കഴിവാണ്. ഇതിന് പൊതുവെ ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ പഴവും അല്ലെങ്കിൽ മാങ്ങ, അതുപോലെ കശുമാങ്ങ ഒരുപാട് തിന്ന് നശിപ്പിക്കുന്നുണ്ട്. കർഷകർ ഇവരെ കുറെ കൊന്നു കളയാറ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് അങ്ങനെ നമ്മൾ ഒരു റെയർ സ്പീഷീസിനെ കണക്കാക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി സ്ഥിതി ചെയ്യുക. നമ്മൾ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്പീഷീസുകളാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഇവർ ശീതകാലത്തേക്ക് വേണ്ടിയിട്ട് ആഹാരം ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് എടുത്ത് അത് പല പല സ്ഥലങ്ങളിലായിട്ട് സുരുക്കൂട്ടി വെക്കുന്ന സ്വഭാവമുണ്ട്. എന്നിട്ട് അത് പിന്നീട് ആഹാരം കിട്ടാത്ത സമയത്ത് വന്ന് അത് എടുത്ത് കഴിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ ഭക്ഷണം തീരെ കിട്ടാത്ത സമയത്ത്, ഈ സ്കേർസിറ്റി ഒക്കെ ഉള്ള സമയത്ത് ഇവർ മരത്തിൻ്റെ ബാർക്ക് കഴിക്കാനായിട്ട് നമുക്ക് കാണാം. വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മീറ്റൊന്നും കഴിക്കാത്തതാണെങ്കിൽ കൂടി ഇതിന് വിങ്സ് കൊടുത്തേക്കുന്നത് ഇതിന് പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഇതിന് നമ്മുടെ സിഗറ്റിനൊക്കെ ഉള്ള പോലെ തന്നെ നല്ല നീളമുള്ള ബലമുള്ള വാലാണ്. പിന്നെ ഇതിന്റെ വാല് നമുക്ക് ഇതിന് ഒരു 5th ലെഗായിട്ട് എപ്പോഴും ആക്ട് ചെയ്യാം. നമ്മൾ സിഗറ്റൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ മരസുമ്മൊക്കെ ഇറങ്ങുമ്പോൾ ഇത് മരം ചുറ്റി അതിനൊരു വേറൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് അത് ഉപയോഗിക്കും. പിന്നെ അതുപോലെ നൊക്ടേണലായതുകൊണ്ട് തന്നെ രാത്രിയിലാണ് കാണുന്നതാണ്. ഇതൊരു നൊക്ടേണൽ അനിമൽ ആയതുകൊണ്ട്, അതായത് രാത്രി കാലത്ത് ഇര പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ പകൽ സമയം കൂടിനകത്ത് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു സ്പീഷീസ് ആയതിൻ്റെ പേരിൽ ഇതിനെ നമുക്ക് പകൽ സമയത്ത് കണ്ടെത്തൽ വളരെ റെയറാണ്. നമുക്കിതിനെ സൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരും രാത്രി കാലത്തൊക്കെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ടെന്ന് പറയുന്നതൊക്കെ നമ്മൾ സ്വയം വിചാരിക്കും രാത്രി മരപ്പെട്ടിയും അല്ലെങ്കിൽ വരിക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതുപോലെ നൊക്ടേണലായിട്ടുള്ള പല ജീവികളായിരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 100 വർഷം മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും വംശനാശം സംഭവിച്ചു പോയി എന്ന് വിചാരിച്ചേർന്ന ഒരു ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന് പറഞ്ഞൊരു സ്ക്വിറലുണ്ട്. അതായത് അത് പൂർണ്ണമായിട്ടും വംശനാശം സംഭവിച്ചു. അതിനിടക്ക് 1989 അത് ഒരു തവണ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിന് ഇങ്ങോട്ടാരും കാണാത്തതുകൊണ്ട് തന്നെ അത് വംശനാശം സംഭവിച്ചു പോയി എന്ന് വിചാരിച്ച ഒരു സ്പീഷീസാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടതിൽ അവർ പറയാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇട്ടേക്കുന്ന വീഡിയോയിൽ അവർ ഷൂട്ട് ചെയ്തേക്കുന്നത് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ, ഈ തിരുവിതാംകൂർ ഫ്ലൈയിങ് സ്ക്വിറലിനെയാണ്. ഈ നമ്മുടെ വനപ്രദേശങ്ങളിലെല്ലാം സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഈ ജയന്റ് സ്ക്വിറൽസ് ആണ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ റെസ്ക്യൂ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷം എന്തായാലും ആയിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ബേർഡ്സിനെ ആയാലും റെപ്റ്റൈൽസിനെ ആണെങ്കിലും മാമൽസിനെ ആണെങ്കിലും ഒക്കെ റെസ്ക്യൂ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. പക്ഷേ അതിൽ എപ്പോഴും നമുക്ക് ഒരു ബേർഡിനെയോ അല്ലെങ്കിൽ ഒരു റെപ്റ്റൈലിനെയോ സ്നേക്കിനെയോ എന്തെങ്കിലുമൊക്കെ റെസ്ക്യൂ ചെയ്യുമ്പോൾ അതായിട്ട് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു മാമലിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ, ബൈ ചാൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫിനെ ഇതേപോലെ അബാൻഡൻ ചെയ്ത് കാണുകയാണെങ്കിൽ ഏതെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള ഏതെങ്കിലും വൈൽഡ് ലൈഫ് റെസ്ക്യൂവർക്ക് കൈമാറണമായിരിക്കും ആ ലൈഫിന് ഏറ്റവും നല്ലത്. പിന്നെ ഹ്യൂമൻ മിൽക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മിൽക്ക് ഒരു കാരണവശാലും ഇവർക്ക് ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇവർക്കത് കൊടുക്കരുത്. ഇവർക്ക് ഏതെങ്കിലും ഒരു പപ്പി ഫോർമുല ഉപയോഗിക്കണമായിരിക്കും ഇവരുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. പലരും ഇതിനെ ഏർലി സ്റ്റേജിൽ തന്നെ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാതെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാറുണ്ട്. ഏതൊരു വൈൽഡ് ലൈഫിനാണെങ്കിലും ജുവനൈൽ സ്റ്റേജിൽ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്താൽ മാത്രമാണ് നമുക്കതിനെ റേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിൽ പലരും അതിന് ഫ്രൂട്ട്സ് മാത്രമായിട്ടാണ് കൊടുക്കാറ്. ഫ്രൂട്ട്സ് മാത്രവും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതേപോലെ ഡയറി പ്രോഡക്ട്സ് മാത്രമായിട്ടും നമ്മൾ ഇതിനൊരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതിനെ നമ്മൾ കിട്ടിയ ഏറ്റവും നല്ല കിട്ടിയ സ്പോട്ടിൽ തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ നമ്മൾ റിലീസ് ചെയ്യുക.